കേരളത്തിലെ സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്ത്യ ഗവൺമെൻറ് കടമെടുക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യ ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റുതുലയ്ക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ 2025-26 മൊത്തം കടബാധ്യത എന്നുള്ളത് ഏതാണ്ട് 196.7 ലക്ഷം കോടി രൂപയ്ക്കപ്പുറമായി മാറുകയാണ്. അപ്പം ഞാനിട്ടാൽ ഇതെല്ലാം ഈ ട്രൗസറാണ്, നിങ്ങളിട്ടാൽ ഇതെല്ലാം കളസമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് അംഗീകരിച്ചിരണമെന്ന് പറഞ്ഞാൽ അതിലൊരു ബുദ്ധിമുട്ടുണ്ട്. രണ്ട്, ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് ദാരിദ്ര്യം, നിതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് ആ പോവർട്ടി അലിവിയേഷനിൽ 1ാം റാങ്കിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളം. ആൾട്ടർനേറ്റീവ് പറയുകയാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം എവിടെയാണ്? BJPയുടെ മുന്നണി ഭരിക്കുന്ന ബീഹാറിൽ 33.76%, നിതി ആയോഗിൻ്റെ കണക്കാണ്. ജാർഖണ്ഡ് 28.81%. UP അവരുടെ നേതാവാണ് ഭരിക്കുന്ന BJPയുടെ 22.99%. മധ്യപ്രദേശ് 20.73%. ആസാം BJPയാണ് ഭരിക്കുന്ന 18.33%. തീരുന്നില്ല. ഈ കേരളത്തിൽ LDF ഗവൺമെൻറ് കഴിഞ്ഞ 9.5 കൊല്ലം കൊണ്ട് മനുഷ്യന് ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകുന്നത്, ഒരു വർഷം 50,000 വീടുകൾ, ഒരു മാസം 1667 വീടുകൾ, ഒരു ദിവസം 135 വീടുകൾ, ഒരു മണിക്കൂറിൽ 6 വീടുകൾ, 10 മിനിറ്റിൽ ഒരു വീട്, ഇത് പൂർത്തിയാക്കിയത് കൊണ്ടാണ് 4,70,000 വീടുകൾ അത്തരത്തിൽ കുടുംബങ്ങൾക്ക് സമ്മാനിക്കാനായി കഴിഞ്ഞത്. ഇതാണ് LDF.